ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലുമാസ്. വീഡിയോ ആരംഭിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നു നമ്മുടെ ഫേവറേറ്റ് IPL പ്ലേയേഴ്സ്. നോക്കൂ, വിഷ്ണു നാരായണൻ ഫ്രം രാജസ്ഥാൻ, നരേന്ദ്ര സിംഗ് പേഗൽ ഫ്രം മധ്യപ്രദേശ്, പിന്നെ വിശാൽ സിംഗ് ഫ്രം അസംഗ. ഇതാരാണെന്ന് മനസ്സിലായോ? ഇവരെല്ലാവരും ഒരു ബ്രാൻഡ് ന്യൂ iPhone 15 ജയിച്ചവരാണ്. My11 സർക്കിളിൽ ടീമുണ്ടാക്കി നിങ്ങൾക്കും ജയിക്കാൻ പറ്റും. അതറിയാൻ വേണ്ടി വീഡിയോ തുടർന്ന് കാണുക. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഒരു ലേഡിക്ക് ആക്സിഡന്റ് പറ്റി അവള് പഴയതെല്ലാം മറക്കുന്നു. പിന്നീട് അവൾക്ക് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയും. അവള് ഭയപ്പെടുന്നു, പലരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത് ഭാവികാലാണോ ഭൂതകാലാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഓൾറെഡി വണ്ടർ അടിച്ചിരിക്കുന്നവരാണെങ്കിൽ പുതിയ വണ്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2021 റിലീസ് ചെയ്ത റീകോൾഡ് എന്ന മിസ്റ്ററി ത്രില്ലർ മൂവിയെ കുറിച്ചിട്ടാണ്. എന്നാ ശരി, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു iPhone 15 ജയിക്കാൻ പറ്റുക, അതും വെറും ₹1. iPhone വേണ്ടാത്തവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് കളയാം. അതൊരു ലോസ് ആണേ. പക്ഷെ നിങ്ങൾ ശരിക്കുള്ള ക്രിക്കറ്റ് ഫാൻ ആണെങ്കിൽ നിങ്ങളുടെ ക്രിക്കറ്റ് നോളജ് കാണിക്കൂ My11 സർക്കിൾ ആപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ടൊരു ടീം ഉണ്ടാക്കൂ. 13th ഏപ്രിൽ മുംബൈ വിസസ് ലക്നൗ മാച്ചിന് വേണ്ടിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഗിവ് അവേ കോൺടെസ്റ്റിൽ പങ്കാളിയാവൂ. ജയിക്കൂ iPhone 15. ഇതിലെ എൻട്രി ഫീസ് വെറും ₹1 മാത്രമാണ്. ഈ കോൺടെസ്റ്റ് 30th ഏപ്രിൽ മാച്ചിന് മാത്രമേ വാലിഡ് ആവുള്ളൂ. അതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സ്പെഷ്യലാണ്. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ മാത്രമേ ആക്ടിവേറ്റ് ആവുകയുള്ളൂ. ടൂർണമെന്റിലെ എല്ലാ മാച്ചിലും മെഗാ കോൺടെസ്റ്റ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് പ്രൈസ് ജയിക്കുകയാണെങ്കിൽ ₹1 കോടിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. എങ്കിൽ ബാക്കി മറ്റെന്തെല്ലാം സമ്മാനങ്ങൾ ഉണ്ടാവും? ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നിട്ട് നമ്മുടെ കൂപ്പൺ കോഡ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ 20% എക്സ്ട്രാ ക്യാഷ് ലഭിക്കും. ഞാനിതാ എന്റെ ടീം ഉണ്ടാക്കി. I trust My11 സർക്കിൾ ആൻഡ് ഇറ്റ് ഈസ് 100% സേഫ്. ഈ ആപ്ലിക്കേഷൻ IPLന്റെ ഒഫീഷ്യൽ പാർട്ട്ണർ കൂടിയാണ്. മേക്ക് യുവർ ടീം ഓൺ My11 സർക്കിൾ ഫോർ മുംബൈ വിസസ് ലക്നൗ നൗ. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ആക്സിഡന്റ് പറ്റി അബോധാവസ്ഥയിലായിരുന്ന പെൺകുട്ടി ആദ്യമായി കണ്ണു തുറക്കുന്നു. ഡോക്ടർ, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ കണ്ണ് ചിമ്മാൻ പറയും. അവള് കണ്ണ് ചിമ്മും. അടുത്ത് അവളുടെ ഭർത്താവ് നിപ്പുണ്ട്. നിനക്ക് ഭർത്താവിനെ മനസ്സിലായോ? ഭർത്താവ് കരഞ്ഞുകൊണ്ട് സൂജിൻ സൂജിൻ എന്ന് വിളിച്ചിട്ട് അവളുടെ കൈകളിലേക്ക് തൊടാണ്. ഡോക്ടർമാര് പറയും തലയ്ക്ക് സാരമായ പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ അവൾക്ക് പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയി. പതിയെ പതിയെ ആ ഓർമ്മകൾ തിരിച്ചു വരുള്ളൂ. തൽക്കാലം അവൾക്ക് സ്വയം താൻ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹസ്ബൻഡ് ഒരു ഡയറി കൊടുത്തിട്ടുണ്ട്. അതവൾ വായിക്കും. അവൾക്ക് അച്ഛനോ അമ്മയോ ഇല്ല. രണ്ടുപേരും മരിച്ചുപോയി. കൂടപ്പറപ്പുകളുമില്ല. ഭർത്താവ് മാത്രമേ ഉള്ളൂ. അവൾ ഭർത്താവിനോട് ചോദിക്കും, നിങ്ങൾ എപ്പോഴാണ് എന്നോട് ഇഷ്ടം പറഞ്ഞത്? അങ്ങേര് പറയും, ഞാനതിപ്പോൾ പറയുന്നില്ല, നിനക്കത് മനസ്സിലായിക്കോളും. അത് കഴിഞ്ഞ് ഈ ഭർത്താവ് പുതിയൊരു വീട് സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടേക്കാണ് ഭാര്യ സുഖം പ്രാപിച്ചതിന് ശേഷം അവളെ വിളിച്ചോണ്ട് വരുന്നത്. അവൾ ഭർത്താവിനോട് ചോദിക്കും, എനിക്ക് ആരെയും അറിയില്ല, ഒരുപക്ഷെ എന്നെ അറിയുന്നവർ വന്ന് എന്നോട് സംസാരിച്ച ഞാൻ എന്താ ചെയ്യുക? അപ്പൊ ഭർത്താവ് ചിരിച്ചോണ്ട് പറയും, അതിനെന്തിനാ വിഷമിക്കുന്നത്? കണ്ട ഉടനെ പറഞ്ഞാൽ മതി. കുറെ കാലമായാലോ കണ്ടിട്ട്, നീ കുറച്ച് സുന്ദരിയായിട്ടുണ്ട്, അല്ലെങ്കിൽ സുന്ദരനായിട്ടുണ്ട്. ഇങ്ങനെ ചിരിച്ച് സംസാരിച്ച് അവര് വീട്ടിലേക്ക് വരുന്നു. വലിയൊരു അപ്പാർട്ട്മെന്റാണ്. അതവൾക്ക് കണ്ട ഓർമ്മയില്ല. ഇവളെ താഴെ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് ആദ്യമേ ഭർത്താവ് ഓടി വീടിനകത്തേക്ക് വന്ന് ഇവൾക്ക് വേണ്ടി ഒരു കേക്ക് സെറ്റ് ചെയ്യും. ഇവളുടെ തിരിച്ചു വരവിന് വേണ്ടി. പുറകെയാണ് ഭാര്യ വരിക. 10ാം നിലയിലേക്കാണ് പോണ്ടത്. ഇവള് ലിഫ്റ്റിനകത്ത് കയറിയ ഉടനെ പെട്ടെന്ന് പവർ കട്ടാവും. ഇരുട്ട് കണ്ട് അവള് പേടിയായി. പാനിക്കാവാൻ തുടങ്ങി. പെട്ടെന്ന് പെണ്ണിന്റെ ബോധം നഷ്ടപ്പെട്ടു. ഇരുട്ട് അവൾക്ക് പേടിയാണ്. കറണ്ട് വരുമ്പോൾ ലിഫ്റ്റ് 10ാം നിലയിലെത്തി ഡോർ ഓപ്പൺ ആവും. അപ്പോഴേക്കും ഭർത്താവ് ഓടി എത്തിക്കഴിഞ്ഞു. ബോധം കെട്ട് കിടക്കുന്ന പെണ്ണിനെ അയാളെ പൊക്കിയെടുത്തോണ്ട് വരും. കൊണ്ടുവന്ന് വീട്ടിൽ കിടത്തി കുറച്ച് സമയം കഴിയുമ്പോൾ അവൾക്ക് ബോധം വരും. എന്താ പറ്റിയേ എന്നവള് ചോദിക്കുകയാണ്. ഹസ്ബൻഡ് പറയും, നിനക്ക് ഇരുട്ട് പേടിയാണ് ചെറുപ്പം മുതലേ, അതുകൊണ്ടാണ് നീ പേടിച്ച് ബോധം കെട്ടുപോയത്. പേടിക്കണ്ട, കുറച്ചു നേരം റെസ്റ്റ് ചെയ്താൽ എല്ലാം ശരിയാവും. ടേബിളിൽ വെച്ചിരിക്കുന്ന കേക്ക് കണ്ട് അവള് ചോദിക്കും, ഇന്നെന്താ പ്രത്യേകത? ഹസ്ബൻഡ് പറയും, ഇന്നത്തെ പ്രത്യേകത ഇന്ന് മെയ് 10 നീ വീട്ടിലേക്ക് തിരിച്ചു വന്ന ദിവസം. നമുക്കത് ആഘോഷിക്കണ്ടേ? അവള് ചിരിക്കും. വീട്ടിലൊരു പെയിന്റിംഗ് ഉണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് കാനഡയിലെ ഒരു തടാകമാണെന്ന് ഭർത്താവ് ഹീറോ പറയും. നമ്മൾ കാനഡയിലേക്ക് പോവാണ്, ഇവിടുന്ന് ഇമിഗ്രേറ്റ് ചെയ്യാൻ പോവാണ് എന്നയാൾ പറയും. അത് ആരുടെ തീരുമാനമായിരുന്നു? ഞാനാണോ ആഗ്രഹിച്ചത്, അതോ നിങ്ങളാണോ? അപ്പൊ ഹസ്ബൻഡ് പറയും, നീ തന്നെയാണ് ആ കാര്യം എന്നോട് ആദ്യം പറഞ്ഞത്. നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ പ്രിപ്പറേഷൻസ് ആരംഭിച്ചു.
അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോ കാനഡയിലേക്ക് പോകാനുള്ള ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാനഡയിൽ എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞു ഹീറോ. ഇമിഗ്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഓഫീസർ ചോദിക്കുമ്പോൾ ഇയാൾ എന്തോ പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. ആ സമയത്താണ് ഹീറോയിൻ ഭാര്യ വിളിച്ചിട്ട് എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു, ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി നടന്നിട്ട് വരാം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പോവാം. ലിഫ്റ്റ് പതിയെ താഴേക്ക് വരുമ്പോൾ 3rd ഫ്ലോറിൽ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടി ലിഫ്റ്റിനകത്തേക്ക് കയറും. ഹീറോയിൻ എന്ത് സംസാരിച്ചിട്ടും എന്ത് ചോദിച്ചാലും ആ കുട്ടി ഒരക്ഷരം മിണ്ടുന്നില്ല. അവളുടെ ബാഗ് തുറന്നു കിടക്കായിരുന്നു. അത് ഹീറോയിൻ അടച്ചു കൊടുക്കും. അപ്പൊ പെട്ടെന്ന് ഇവൾക്ക് ചില വിഷൻസ് കാണുന്നുണ്ട്. ഒരാൺകുട്ടി കൈ കാണിക്കുന്നത് പോലെ, ഈ പെൺകുട്ടി അപകടത്തിൽപ്പെടുന്നത് പോലെ, അവളൊരു ലോറി ഇടിക്കാൻ വരുന്നത് പോലെ. എന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ല. ഈ കുട്ടി ഓടി അവിടുന്ന് ഇറങ്ങിപ്പോകും, ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിപ്പോകും. അവൾ പോയി കഴിഞ്ഞ് നമ്മുടെ പെണ്ണ് മെല്ലെ നടക്കാൻ ഇറങ്ങുന്നു. വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് നേരത്തെ സ്വപ്നത്തിൽ കണ്ട ആ വിഷനിൽ കണ്ട ആൺകുട്ടി, ആ കുട്ടി ദൂരെ നിന്ന് കൈ കാണിക്കുക ഈ ലിഫ്റ്റിനകത്തുണ്ടായിരുന്ന പെൺകുട്ടിയെ. അവന് കൈ കാണിച്ച് ശ്രദ്ധിക്കാതെ ഈ പെൺകുട്ടി റോഡിലേക്ക് ഇറങ്ങും. സൈക്കിൾ ഓടിച്ചു വന്നൊരുത്തൻ അറിയാതെ ഈ പെൺകുട്ടിയെ തട്ടിയിടും. അവൾ കറക്റ്റ് ഒരു വലിയ ലോറിക്ക് മുന്നിൽ ചെന്ന് പെടാണ്. അനങ്ങാൻ പറ്റാതെ ആ പെൺകുട്ടി നിൽക്കുമ്പോൾ ഹീറോയിൻ ഓടിച്ചെന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ നോക്കും. അപ്പോഴേക്കും ഭാഗ്യത്തിന് ഭർത്താവ് വന്ന് അവളെ രക്ഷപ്പെടുത്തി. ഹീറോയിനെ പിടിച്ച് തള്ളി മാറ്റി. ഇവള് നോക്കുമ്പോൾ ആ ചെറുക്കനും പെൺകുട്ടിയും കൂളായിട്ട് നടന്നു പോകുന്നുണ്ട്. അവര് രക്ഷപ്പെട്ടു. ഇവളുടെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ടാവും. വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കാലിൽ മരുന്ന് വെച്ചു കൊടുത്തിട്ട് ഭർത്താവ് പറയും, ഡോക്ടർ പറഞ്ഞിട്ടില്ലേ അധികം പുറത്തിറങ്ങി നടക്കാൻ പാടില്ല, ഒറ്റയ്ക്കെങ്ങും പുറത്തു പോകാൻ പാടില്ലെന്ന് പറഞ്ഞ അനുസരിക്ക്. പുറത്തു പോകണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ കൊണ്ടുപോകാം. ഇപ്പം ഈ മരുന്ന് കഴിച്ചോന്ന് പറഞ്ഞ് കുറെ അധികം ടാബ്ലറ്റ്സ് ഭർത്താവ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവൾക്കൊരു മടിയാ മരുന്ന് കഴിക്കാൻ. എന്നാൽ അത് അവൾ കഴിക്കും. രാത്രി ഈ കെട്ടിയോൻ എഴുന്നേറ്റ്, ഇവള് നല്ല ഉറക്കത്തി ഉള്ള സമയത്ത് എഴുന്നേറ്റ് എങ്ങോട്ടോ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് ഒരാൾ വലിയ ബാഗും തൂക്കി നടന്നു പോകുന്നു, തൊപ്പിയും വെച്ചിട്ട്. കാണാൻ ഏകദേശം നമ്മുടെ ഹീറോയെ പോലെയുണ്ട്. ഹീറോ തന്നെയാണോന്ന് വ്യക്തമല്ല. പിറ്റേന്ന് രാത്രി ആ തൊപ്പി വെച്ച ആൾ നടന്നു പോയില്ലേ, ആ സൈറ്റിന് മുന്നിൽ അവിടുത്തെ ഒരു കോൺട്രാക്ടറും 2 പോലീസുകാരും ഉണ്ടാവും. സംഭവം ആ സൈറ്റിന്റെ പണി പകുതി വഴിയെ നിന്നു. കമ്പനി എന്തോ ബാങ്ക്രപ്റ്റ് ആയതുകൊണ്ട് തന്നെ കെട്ടിടത്തിന്റെ പണി പകുതി വെച്ച് നിന്നു. അപ്പണ്ട് കെട്ടിടത്തിന് പണിയാൻ വേണ്ടി ഉണ്ടായിരുന്ന പണി സാധനങ്ങൾ പലതും മോഷണം പോയി. ആ മോഷണം പോയതിന് കംപ്ലൈന്റ് കൊടുക്കുകയാണ് നമ്മുടെ കോൺട്രാക്ടർ. അത് അന്വേഷിക്കാൻ വേണ്ടി 2 പോലീസുകാർ വന്നിട്ടുണ്ട്. അവർ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിയെടുത്തിട്ട് പോകും. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ അവള് ഫ്ളാറ്റിന്റെ താഴെയുള്ള പാർക്കിൽ വന്നിരുന്ന് തന്റെ ഡയറിയിൽ എന്തെങ്കിലുമൊക്കെ വരച്ചും എഴുതിയും കുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ അറിയാതെ അവൾ ഒരു പടം വരയ്ക്കുന്നത്. അത്യാവശ്യം ഭംഗിയായിട്ട് അവൾ പടം വരയ്ക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ഒരു വിരല്, വലത് കയ്യിലൊരു വിരല് മാത്രം വഴങ്ങുന്നില്ല. ഈ നേരം നമ്മൾ മുന്നേ കണ്ട ആ പെൺകുട്ടി അവള് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ലിഫ്റ്റിനകത്തേക്ക് ആ കുട്ടി കയറുമ്പോൾ പുറകെ ഓടിച്ചെന്ന നമ്മുടെ പെണ്ണ് ആ കുട്ടിയോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും പറ്റിയോ, നീ വീണായിരുന്നോ, ഡോക്ടറെ എങ്ങാനും മോള് കണ്ടിരുന്നോ, മോളുടെ അച്ഛനും അമ്മയോടെ? അതിനൊന്നും അവള് മിണ്ടുന്നില്ല. 3ാം ഫ്ലോർ എത്തിയ ഉടനെ അവൾ ഇറങ്ങിപ്പോകും. ഇവൾ ഇറങ്ങിപ്പോയ ഉടനെ ഹീറോയിന് മറ്റ് വിഷൻസ് വരുന്നുണ്ട്. ആ കൊച്ചിനെ അമ്മ താലോലിക്കുന്നു, അവളെ വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നു. നേരത്തെ കണ്ട ആൺകുട്ടി, ആ കുട്ടി ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഗ്യാസ് ലീക്കായി ആ വീടിനകം പൊട്ടിത്തെറിക്കുന്നു. ഈ വിഷൻ കണ്ട് പേടിച്ച ഹീറോയിൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ ആ പെൺകുട്ടിയെ അമ്മച്ചി താലോലിച്ച് അകത്തേക്ക് എടുത്തോണ്ട് പോകുന്നു. ഇവൾ ഉടനെ പേടിച്ച് ഭർത്താവിനെ വിളിച്ചു പറയും, ഞാനിപ്പോൾ പറയുന്നത് കേട്ട് എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കല്ലേ, ഇവിടെ ഒരു അപകടം സംഭവിക്കാൻ പോവുകയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്തേ തീരും, എനിക്കത് മനസ്സിലായി, ഇതിനെങ്ങനെയാണ് തടുക്കാൻ കഴിയുക? ഇവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരത്തെ കണ്ട ആ പയ്യൻ അവൻ ചെന്ന് കോളിംഗ് ബെല്ല് അമർത്തുന്നു. പെട്ടെന്ന് വലിയ ബ്ലാസ്റ്റ്, പെണ്ണിന്റെ ബോധം പോകും. അടുത്ത സീനിൽ കാണിക്കുന്ന അവളെ ഭർത്താവ് ആശുപത്രിയിൽ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ആ ഫ്ലാറ്റിൽ എന്താണ് സംഭവിച്ചെന്നറിയില്ല. ഇവള് പറയുന്നു, ഞാൻ കണ്ടതാണ്, ഞാൻ നേരിട്ട് കണ്ടതാണ്, പക്ഷെ നിങ്ങളത് വിശ്വസിക്കുന്നില്ല, ഞാൻ കണ്ട കാര്യം തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഇത് കേട്ട് ഡോക്ടർ പറയും, നിങ്ങളുടെ തലയ്ക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്, അതുകൊണ്ട് ഹാലൂസിനേഷൻസ് ഉണ്ടാവാം, അത് സത്യമാണെന്ന് വിചാരിക്കണ്ട, മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കൂ, എല്ലാം ശരിയാവും. ഭർത്താവും സമാധാനിപ്പിക്കുന്നുണ്ട്. അവള് പറയുന്നത് ഇവരാരും വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു ഭ്രാന്തിയായിട്ടാണല്ലേ തോന്നുന്നത്, എനിക്ക് മനസ്സിലാക്കും എന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോകും. ആശുപത്രിയുടെ വരാന്തയിലെത്തുമ്പോൾ നേരത്തെ കണ്ട ആ 2 കുട്ടികൾ അവർ ആശുപത്രിയിലുണ്ട്, ചികിത്സയിലാണ്. ദാ കുട്ടികൾ, ഞാൻ പറഞ്ഞ കുട്ടികൾ, അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവരിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവള് ഭർത്താവിനോട് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കവേ ആ കുട്ടികളെ കാണുന്നില്ല. അവൾ ഓടിച്ചെല്ലും. ഭർത്താവ് തടുത്തു നിർത്തിയിട്ട് പറയും, സുഞ്ചി പറയുന്നത് കേൾക്ക്, നീ ഇപ്പൊ രോഗാവസ്ഥയിലാണ്, യു ആർ നോട്ട് ഓക്കെ, നിനക്കിതെല്ലാം തോന്നുന്നതാണ്. അവള് ദേഷ്യപ്പെട്ട് കൈ തട്ടി മാറ്റി, അതെ ഞാൻ രോഗിയാണ്, ഞാനൊരു മാനസിക രോഗിയാണ്, എനിക്കിനി സംസാരിക്കണ്ട, കുറച്ച് കാറ്റ് കൊള്ളണമെന്നുണ്ട്, പുറത്തെങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഇവര് നേരെ ബീച്ചിലേക്ക് വരുന്നു. ബീച്ചിൽ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് അവള് ഭർത്താവിനോട് ചോദിക്കും, എനിക്ക് നീന്താൻ അറിയുമോന്ന്. അവൻ ചിരിക്കും, മറുപടി ഒന്നും പറയുന്നില്ല. അപ്പൊ അവള്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ,
എനിക്ക് വെള്ളത്തിലിറങ്ങാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഇവള് വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഭർത്താവ് പോകല്ലേ, ഒരുപാട് ആഴത്തിലേക്ക് പോകല്ലേ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് പേടിച്ചവള് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് എനിക്ക് പേടിയാവുന്നു, ഒരുപക്ഷെ എനിക്ക് നീന്തൽ അറിയില്ലായിരിക്കാം, അല്ലെ എനിക്ക് കടല് പേടിയായിരിക്കാം. അതിന് ഹീറോ പറയും, നിനക്ക് കടലും കായലും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്, എല്ലാ സമ്മറിനും നീ ബീച്ചിലേക്ക് പോവാറുണ്ട്, നീന്താറുമുണ്ട്. അവള് കുറച്ചേരം അങ്ങനെ വെള്ളത്തിൽ കിടക്കും. അടുത്തന്നെ ഉണ്ടാവും ഭർത്താവ്. അത് കഴിഞ്ഞന്ന് രാത്രിയിൽ അവള് ഒരുപാട് ഉയരത്തിൽ നിന്നും താഴേക്ക് വീഴുന്നതായിട്ട് സ്വപ്നം കാണും. ആ സമയത്ത് ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഞെട്ടി അവൾ എഴുന്നേറ്റ് ഹാളിലേക്ക് വരുമ്പോൾ അവിടെ ഭക്ഷണം കഴിക്കൂ, പിൽസ് മറക്കണ്ട എന്ന് ഹസ്ബൻഡ് എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് 2 പോലീസുകാര് ഇവരെ ഫ്ളാറ്റിലേക്ക് വരുന്നത്. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോലീസുകാർക്ക് എല്ലാ പേഷ്യൻസിന്റെ വിവരങ്ങളും പോകും. അതില് ഹീറോയിൻ അപകടത്തിൽപ്പെടുന്നതിന് മുന്നേ തന്നെ അവളുടെ കയ്യിലും കാലിലും ക്ഷതമേറ്റതിന്റെ അടയാളം ഉണ്ടായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ വന്നിരിക്കുന്നത്. എവിടുന്നാണ് അതുണ്ടായത്? ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപദ്രവിച്ചാണോ? അതറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. നിങ്ങളുടെ ഭർത്താവ് എന്ത് സ്വഭാവക്കാരനാണ്? അത് കേട്ട് അവൾ ചിരിച്ചിട്ട് പറയും, എന്റെ ഭർത്താവിന് എന്നോട് ഒരുപാട് സ്നേഹമാണ്, അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആ മുറിപ്പാടുകൾ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഉണ്ടായതാവാം, എനിക്കിപ്പോ ഒന്നും ഓർമ്മയില്ല. എന്നാ ശരി, കുഴപ്പമില്ലാന്നും പറഞ്ഞ് ഒരു സൈനും വാങ്ങിച്ചിട്ട് ഇവരിറങ്ങിപ്പോകും. പോകാൻ നേരം ഇവരെ കല്യാണ ഫോട്ടോ കണ്ടിട്ട് മൂത്ത പോലീസുകാരൻ ഇതിങ്ങനെയല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്താന്ന് മനസ്സിലായില്ല. മറ്റേ പോലീസ് വായോ പോകാം, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. എന്താ സംഭവം? ആ ഫോട്ടോയ്ക്ക് എന്താണ് കുഴപ്പം? എന്തായാലും കുറച്ചു കഴിഞ്ഞ് ഹീറോയിൻ ഭർത്താവിനെ വിളിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? ഞാനത് ഉണ്ടാക്കി തരാൻ ആഗ്രഹിക്കുന്നു, എനിക്കൊന്ന് പുറത്തു പോകണമെന്നുണ്ട്. എന്നെക്കുറിച്ചെല്ലാം നിങ്ങൾക്കറിയാം, നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ലല്ലോ. ഭർത്താവ് പറയും, എത്രയും പെട്ടെന്ന് നീ എന്നെക്കുറിച്ച് മനസ്സിലാക്കും, എല്ലാം ഓർമ്മ വരും. ഇവളങ്ങനെ ലിഫ്റ്റിൽ കയറി താഴത്തേക്ക് വരവേ ഒരു ടീനേജ് പെൺകുട്ടി അതേ ലിഫ്റ്റിനകത്തേക്ക് കയറുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ താഴെ പോകും. ഹീറോയിൻ ആ ലെറ്റർ എടുത്ത പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഈ പെൺകുട്ടിയെ ആരോ റേപ്പ് ചെയ്യുന്നതായിട്ടും കൊല ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും ഉള്ള വിഷ്വൽസ് ഇവള് കാണും. പേടിക്കാണ് പെണ്ണ്. 7ാമത്തെ ഫ്ലോർ എത്തിയപ്പോൾ മറ്റേ ടീനേജ് പെൺകുട്ടി ഇറങ്ങിപ്പോയി. ഹീറോയിൻ അവളെ പുറകിൽ ചെന്ന് അവളുടെ കൈ പിടിച്ചിട്ട് പറയും, നിനക്കെന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു, സംതിങ് ടെറിബിൾ കുഡ് ഹാപ്പൻ ടു യു. താടി ഭാഗത്ത് സ്കാറുള്ള ആരോ നിന്നെ ഉപദ്രവിക്കാൻ പോകുന്നു. ഒരു 40-50 വയസ്സ് കാണും, ശ്രദ്ധിക്കണേ, അവൻ നിന്നെ ഉപദ്രവിക്കും. അപ്പോഴേക്കും ഈ പെൺകുട്ടിയുടെ വീടിനകത്ത് നിന്ന് ശബ്ദം, മോളെ ആരാത്? ഞാനാണച്ചാ എന്ന് പറഞ്ഞ് ഇവള് ഡോറ് തുറന്ന് അകത്തേക്ക് പോയി കളയും. അപ്പൊ മുഖത്ത് സ്കാറുള്ള ഇവള് നേരത്തെ വിഷ്വലിൽ കണ്ട അതേപോലത്തെ രൂപമുള്ളൊരു തന്ത ഡോറിൽ നിന്ന് വെളിയിലേക്ക് നോക്കുന്നുണ്ടാവും. എന്നിട്ട് വാതിലൊരൊറ്റാട. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഹീറോയിൻ കുറച്ചേരം അവിടെ ഇങ്ങനെ കാത്തു നിൽക്കായിരിക്കും. ഇത്തിരി സമയം കഴിയുമ്പോൾ ആ ടീനേജ് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നു. അവൾ എങ്ങോട്ടാണ് പോണേന്നറിയാൻ ഹീറോയിൻ ആ ടീനേജ് പെൺകുട്ടിയുടെ പുറകെ ചെല്ലും. അപ്പണ്ട് തെരുവില് പെട്ടെന്നൊരു സ്ത്രീ ഹീറോയിനെ വന്ന് കണ്ടിട്ട്, സുജിൻ, കുറെ കാലമായല്ലോ, നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. ഇവൾക്കത് ആരാണെന്ന് മനസ്സിലായില്ല. ഇവള് പറയും, സുഖല്ലേ, നിങ്ങൾ ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്, നീ എന്തൊക്കെയായി പറയുന്നു? എന്തായാലും വായോ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറഞ്ഞ് ആ ലേഡി ഹീറോയിനെ ഒരു ആർട്ട് സ്കൂൾ, പ്ലേ സ്കൂളിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട്, നീ ഇവിടെയായിരുന്നു വർഷങ്ങളോളം ജോലി ചെയ്തിരുന്നു, നിനക്ക് ഓർമ്മയില്ലേ? മറന്നുപോയോ നീയല്ല? അവള് പറയും, എന്റെ ഒരുപാട് ഓർമ്മകൾ നഷ്ടപ്പെട്ടു, ഇവിടെയായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ലേഡി ഹീറോയിൻ ഇരുന്നുകൊണ്ടിരുന്ന സീറ്റ് അവൾക്ക് കാണിച്ചു കൊടുക്കും. നിനക്കൊന്നും ഓർമ്മയില്ല? അവൾക്കൊന്നും തന്നെ ഓർമ്മയില്ല. അപ്പൊ ആ ലേഡി ചോദിക്കും, നിന്റെ ഭർത്താവ് എങ്ങനെയുണ്ട്? അയാൾക്ക് ഇപ്പോഴും നിന്നെ സംശയമാണോ? നിന്നെ ഉപദ്രവിക്കാറുണ്ടോ? ഇവൾക്ക് മനസ്സിലായില്ല. ഭർത്താവിന് എന്നോട് സംശയമോ, ഉപദ്രവിക്കുകയോ അങ്ങനെ ഉണ്ടായിരുന്നോ? എന്തായാലും ആ കൺഫ്യൂഷൻ നിൽക്കെ ടേബിളിൽ നിന്നൊരു വിസിറ്റിംഗ് കാർഡ് ഹീറോയിന് കിട്ടും. ഭർത്താവ് ജോലി ചെയ്യുന്ന കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡ്. അതിലെ അഡ്രസ്സ് നോക്കിയിട്ട് ഇവൾ അഡ്രസ്സിലേക്ക് വരികയാണ്, ഭർത്താവ് ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക്. പക്ഷേ ആ ഫ്ലോർ പൂട്ടിക്കിടക്കുന്നുണ്ടാവും. സെക്യൂരിറ്റി വന്നിട്ട് പറയും, ഈ കമ്പനി 6 മാസം മുന്നേ തന്നെ പൂട്ടിയതാണല്ലോ, കമ്പനി ബാങ്ക്രപ്റ്റായി, നടത്തിക്കൊണ്ടിരുന്ന ആള് എങ്ങോട്ട് ഓടിയും പോയി, ഇൻവെസ്റ്റ് ചെയ്ത പലരും അയാൾ അന്വേഷിച്ച് നടക്കാണ്. നിങ്ങളുടെ പണം പോയിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കംപ്ലൈന്റ് ചെയ്തു നോക്കൂ, ചിലപ്പോൾ തിരിച്ച് കിട്ടിയാലും കിട്ടും എന്ന് പറഞ്ഞ് അയാൾ മാറിപ്പോകും. ഇതെല്ലാം കഴിഞ്ഞ് അവള് വീട്ടിലേക്ക് തിരിച്ചു വരവേ വീടിനകത്ത് ഹീറോ കാത്തു നിൽപ്പുണ്ടാവും. നീ എവിടെ പോയതാണ്? നീ എന്റെ ഓഫീസിലേക്ക് പോയിരുന്നോ എന്നവൻ ചോദിക്കും. ഒരുപാട് സംശയങ്ങളുണ്ട് അവളുടെ തലയിൽ. എന്നാലും അവൾ ചിരിച്ചോണ്ട് അവനോട് ചോദിക്കും, കാനഡയിലേക്ക് പോകണം എന്നുള്ള തീരുമാനം നിന്റേതായിരുന്നു, കമ്പനി ബാങ്ക്രപ്റ്റ് ആയതുകൊണ്ടാണോ ഇവിടുന്ന് ഒളിച്ചോടാൻ പ്ലാൻ ചെയ്തത്? അത് കേട്ട് ഭർത്താവ് പറയും, നീ വിചാരിക്കുന്ന പോലെയല്ല, ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തലപുണ്ണാക്കണ്ട, ഞാനെല്ലാം ടേക്ക് കെയർ ചെയ്തോളാം, നമ്മൾ എത്രയും പെട്ടെന്ന് കാനഡയിലേക്ക് പോകുന്നു. നീ എങ്ങനെയാണ് എന്റെ ഓഫീസ് കണ്ടുപിടിച്ചത്? അത് കേട്ട് ഹീറോയിൻ പറയും, ഞാൻ എന്റെ ആർട്ട് സ്കൂളിൽ പോയിരുന്നു, ഞാൻ എവിടെയാണ് ജോലി ചെയ്തത്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്തായിരുന്നു, ഇതൊന്നും എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറയുന്നില്ല?
പറഞ്ഞില്ല. നിങ്ങൾ എന്താണോ പറയുന്നത് അതായിരിക്കണം ഞാനെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. സത്യം പറയും. അത് കേട്ട് ഹീറോ പറയും, നിന്റെ ജോലി സ്ഥലം ഞാൻ പറയാത്തത് നിനക്ക് പെയിന്റിംഗ് ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെയുള്ള പെയിന്റിങ്സ് എല്ലാം നീ ചെയ്തതാണ്. എന്നാൽ ആക്സിഡന്റ് പറ്റി നിന്റെ വിരലിന് ക്ഷതമേറ്റു. ഇനി നിനക്ക് പെയിന്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ടാണ് നിനക്കിഷ്ടമുള്ള ജോലിയുടെ കാര്യം ഞാൻ നിന്നെ അറിയിക്കാതിരുന്നു. നിന്നെ പറ്റിച്ചതല്ല. അവൾ ചിരിച്ചുകൊണ്ട് മാറിയിരുന്ന് തലയാകെ കുഴഞ്ഞ് സങ്കടത്തോടെ പറയും, എനിക്ക് എന്തൊക്കെയോ വിഷൻസ് കാണുന്നുണ്ട്. അതാരും വിശ്വസിക്കുന്നില്ല. ഇപ്പൊ ചുറ്റും എന്തൊക്കെയോ നടക്കുന്നു. ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ പാസ്റ്റിലാണോ പ്രസന്റിലാണോ ഇപ്പോൾ ഉള്ളത് അതുപോലെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതാണ് സത്യം? ഇതും പറഞ്ഞ അവൾ കരഞ്ഞ് ഉറങ്ങിപ്പോകും. ഈ സമയത്ത് പോലീസുകാര് ആ പണി സൈറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കാണാതെ പോയി എന്ന കംപ്ലൈന്റ് കിട്ടിയില്ലേ, ആ ഭാഗത്ത് CCTV ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാവും. അപ്പണ്ട് കളവ് പോയി എന്ന് പറയപ്പെടുന്ന ദിവസങ്ങളിൽ ഒരു കറുത്ത കാർ ആ സൈറ്റിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ കാറിനകത്ത് ഡ്രൈവറെ സൂം ചെയ്ത് നോക്കുമ്പോൾ ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പോലീസുകാരന് തോന്നും. ഇത് അയാളല്ലേ ആ വെഡ്ഡിംഗ് പിക്ചറിൽ കണ്ട ആള്, നമ്മുടെ ഹീറോയെ പോലെ ഉണ്ട്. ഈ സമയത്ത് ഹീറോ വേറെ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ട്. ഒരു വൃത്തിഹീനമായി കിടക്കുന്ന ഫ്ലാറ്റ്. ആ ഫ്ലാറ്റിനകത്ത് ഡ്രോയറിൽ നിന്ന് ഹീറോയിന്റെ പാസ്പോർട്ട് ഹീറോ എടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരും. ഈ സമയത്ത് ഹീറോയിന് ഒരു പാഴ്സൽ വരുന്നുണ്ട്. അവളുടെ കൂട്ടുകാരി, ആ ആർട്ട് സ്കൂളിലെ കൂട്ടുകാരി അയച്ച പാഴ്സൽ. അവളുടെ സാധനങ്ങളാണത്. അതൊക്കെ ഇങ്ങനെ എടുത്ത് പെറുക്കി നോക്കവേ പെട്ടെന്ന് ചില ഫോട്ടോസ് കണ്ട് അവള് ഞെട്ടിത്തരിച്ചു പോകും. അതിൽ അവളുടെ കൂടെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത് മറ്റേതോ ഒരു പുരുഷൻ. അതാരാണ്? അവൾ ആകെ ഞെട്ടിത്തരിച്ചുപോയി. ഒന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ മനസ്സിലാവാതെ തന്റെ ഫ്ലാറ്റിലേക്ക് തിരിച്ച് വരുന്ന സമയം മുഖത്ത് പാടുള്ള ആ തന്തമനുഷ്യൻ അങ്ങേരും ഇവളുടെ കൂടെ തന്നെ ഫ്ലാറ്റിലേക്ക് കയറുന്നുണ്ട്. പുള്ളിക്കാരൻ ഫോൺ എടുത്ത്, അവളുടെ അമ്മ ചത്തേ പിന്നെ ഇത്രയും കാലം ഞാൻ അവളെ നോക്കി, ഇനി എനിക്ക് കഴിയില്ല. അവൾ ഏതെങ്കിലും ബാറിലേക്കോ പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്ററിലേക്കോ എങ്ങടെങ്കിലും പറഞ്ഞോട്ടെ. കാണാൻ ഭംഗിയുണ്ട്, അല്ലെങ്കിൽ അവളുടെ അമ്മ ചെയ്ത തൊഴിൽ അങ്ങനെ എന്തെങ്കിലും അവൾ ചെയ്തോട്ടെ, നീ വന്ന് അവളെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഇയാൾ കോള് കട്ട് ചെയ്യും. ആ പെൺകുട്ടിയെക്കുറിച്ചാണ്, ആ ചെറിയ പെൺകുട്ടിയെക്കുറിച്ചാണ് ഇയാൾ പറയണേന്ന് ഹീറോയിന് മനസ്സിലായി. അവൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട്, ആ കുട്ടിയെ നീ തൊട്ടുപോയാൽ ഞാൻ നിന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും, അഴിയെണ്ണിക്കും, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഇത് കേട്ടുടനെ തന്ത, നീ ആരാടി, നീ എവിടുന്ന് വന്നു, നിനക്കെങ്ങനെ ഇതെല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവളെ കഴുത്തി കയറി കുത്തിപ്പിടിക്കും. 10ാം ഫ്ലോർ വരുമ്പോൾ ഇയാളെ തള്ളി മാറ്റി പെണ്ണ് പുറത്തേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോ ഓടി വന്ന് അവളെ പൊത്തിയെടുത്തു. യൂണിറ്റ് 706 എന്നിവള് മാറി മാറി പറയും. യൂണിറ്റ് 706 ഈ മുഖത്ത് സ്കാറുള്ള തന്തയും ആ ടീനേജ് പെൺകുട്ടിയും ഉള്ളത്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഈ പോലീസുകാര് മോഷണം പോയ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വരുന്നു. ഈ ബിൽഡിംഗ് മറ്റാരുടേതും അല്ല, ലീ ജി ഹോൺ എന്ന് പറഞ്ഞ ആളുടേതാണ്. അയാളുടെ കമ്പനി ബാങ്ക്രപ്റ്റ് ആയപ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ പകുതി വഴിയെ നിന്നു. അതായത് ഹീറോയുടെ കമ്പനിയാണത്. ലീ ജി ഹോ എന്ന ഹീറോയുടെ കമ്പനി ബാങ്ക്രപ്റ്റ് ആയപ്പോൾ അയാളുടെ ഈ ബിൽഡിങ്ങും പാതി വഴിയെ പണി നിർത്തലാക്കി. അത് കഴിഞ്ഞ് പുള്ളി എങ്ങോട്ടാ പോയെന്ന് അറിയാൻ പാടില്ല. കുറെ വട്ടിപ്പലിശക്കാരുടെ ഇന്ന് പണം വാങ്ങിച്ചിരുന്നു. പിന്നെ ആള് മുങ്ങി. ഇതുവരെ മറ്റാരും കണ്ടിട്ടില്ല എന്ന് കോൺട്രാക്ടർ പറയും. ഈ സൈറ്റിൽ ഒരു CCTV ഉണ്ടായിരുന്നു, അതിനാരെ തല്ലി പൊളിച്ചിട്ടുണ്ട്. ഈ നേരം ഹീറോയിൻ വീട്ടില് ഭർത്താവിനോട് പറയും, യൂണിറ്റ് 706 ആള് മരണപ്പെടാൻ പോകുന്നു. അയാൾ ആ പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിക്കും, അയാളും മരണപ്പെടും, എന്തെങ്കിലും ചെയ്തേ മതിയാകൂ, ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാണെന്നും പറഞ്ഞ് ഇവള് ഫോൺ കയ്യിലെടുക്കും. ഉടനെ ഹീറോ ആ ഫോൺ തട്ടിപ്പറിച്ച്, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല, എല്ലാം നിന്റെ തോന്നലാണ് മോളെന്ന് പറഞ്ഞ് അവളുടെ കൈകളിലേക്ക് മരുന്ന് കൊടുത്തിട്ട് അവളോട് കഴിക്കാൻ പറയും. അവളും വേറെ വഴിയില്ലാതെ കരഞ്ഞുകൊണ്ട് ആ മരുന്ന് കഴിക്കുന്നു. അർദ്ധരാത്രിയാവുമ്പോൾ പാതി മയക്കത്തോടെ ഇവൾ എഴുന്നേൽക്കും. അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ആ യൂണിറ്റ് 706 എന്താണ് സംഭവിച്ചെന്നറിയണം. ഇവള് മെല്ലെ എഴുന്നേറ്റ് 706 ആ ഫ്ലാറ്റിലേക്ക് ചെല്ലും. പെട്ടെന്ന് ആരോ കരയുന്ന ശബ്ദം, ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം. സഹായിക്കണേ സഹായിക്കണേ എന്ന് കേൾക്കാം. ഇവൾക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഹീറോയിൻ പകച്ചു നിൽക്കവേ, ആരെങ്കിലും വിളിക്കണോ വേണ്ടയോ എന്നറിയാതെ നിൽക്കവേ ഈ ഡോറ് ശക്തിയായി തുറന്ന് അകത്ത് നിന്ന് ആരോ പുറത്തേക്ക് വരും. ഹീറോയിൻ ഓടിച്ചെന്ന് ഒളിച്ചിരിക്കുകയാണ്. ആ ഫ്ലാറ്റിനകത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, തൊപ്പിയും കോട്ടക്കിട്ടൊരു മനുഷ്യൻ വലിയൊരു ട്രോളി ബാഗ് തള്ളിക്കൊണ്ടു പോകുന്നുണ്ട്. അയാളുടെ മുഖം കണ്ടില്ല. ഈ ട്രോളി ബാഗ് തള്ളിക്കൊണ്ടു പോകവേ ബാഗ് തട്ടി വീണിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മാല താഴത്തേക്ക് വീഴും. ഈ മാല മാത്രമേ നമ്മുടെ പെണ്ണ് കാണുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ട്രോളി ബാഗുമായിട്ട് കണ്ട അതേ രൂപത്തിൽ അതേ വേഷത്തിലുള്ള ഹീറോനെ കാണിക്കുന്നു. അങ്ങേര് ഈ അപ്പാർട്ട്മെന്റ് കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ സെക്യൂരിറ്റി അങ്ങേരെ കണ്ടിട്ട്, സാർ നിങ്ങൾ 105 ആളല്ലേ, ലിഫ്റ്റിനകത്ത് നിന്നും നിങ്ങൾക്ക് വന്നൊരു പാഴ്സൽ ബോക്സ് കിട്ടി, ഇത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ വണ്ടിക്കകത്ത് കാറിനകത്ത് വലിയൊരു ട്രോളി ബാഗ് ഇരിക്കുന്നത് ഈ സെക്യൂരിറ്റിക്കാരനും കാണുന്നുണ്ട്. ഹീറോ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ തന്റെ ഭാര്യയും മറ്റൊരാളും ക്ലോസ് ആയിട്ടിരിക്കുന്ന ഫോട്ടോസ് കാണും. ഹീറോയിന് വന്ന പാഴ്സലായിരുന്നു അത്. അവൾ ആ സ്കാറുകാരനെ കണ്ട് പേടിച്ച് ഈ പെട്ടി ലിഫ്റ്റിൽ തന്നെ ഇട്ടിട്ട് പോയതായിരുന്നു. എന്തായാലും ഈ ഫോട്ടോസ് കണ്ട് നമ്മുടെ ആള് ടെൻഷൻ ആവുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി ഹീറോയിനെ വിളിച്ചു വരുത്തും.
അവള് ചോദിക്കും, ഇന്നലെ രാത്രി നിങ്ങൾ എവിടെ പോയിരുന്നു? അവൻ ചിരിച്ചുകൊണ്ട് പറയും, ഞാൻ എവിടെ പോവാൻ, ഞാൻ നിന്റെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു, നീ കണ്ടില്ലേ, നിനക്ക് തോന്നിയതായിരിക്കും, വായോ കഴിക്കുമെന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുക്കും. ഹീറോ പോയി കഴിഞ്ഞിട്ട് ഹീറോയിൻ തന്റെ ആർട്ട് സ്കൂളിലേക്ക് വരികയാണ്, കൂട്ടുകാരിയുടെ അടുത്തേക്ക്. എന്നിട്ട് അവൾ ചോദിക്കും, എന്റെ ഭർത്താവ് എന്ത് സ്വഭാവക്കാരനാണെന്ന്. ഉടനെ ഈ കൂട്ടുകാരി ഞെട്ടി, അവൻ വീണ്ടും നിന്നെ തല്ലിയോ, എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് ഇവളുടെ കൈകാലുകൾ പരിശോധിക്കും. ഇവൾക്കൊന്നും മനസ്സിലാവില്ല. കൂട്ടുകാരി പറയും, നീ നിന്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു, അപകടത്തിന് തൊട്ടു മുന്നേ നീ ഡിപ്രഷന് വേണ്ടിയുള്ള മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, നീ ഹൈക്കിങ്ങിന് പോകുന്നത് അയാൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല, പക്ഷെ നിനക്ക് ഹൈക്കിങ് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പൊ ഹീറോയിൻ ചോദിക്കും, ഞാൻ മറ്റേതെങ്കിലും പുരുഷനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു? അത് കേട്ട് കൂട്ടുകാരി പറയും, അതെനിക്കറിയില്ല, പക്ഷെ നിന്റെ ഭർത്താവിന് നിന്നെ ഒരുപാട് സംശയമായിരുന്നു. എന്തായാലും കൂട്ടുകാരിയുമായിട്ടുള്ള ടോക്കൊക്കെ കഴിഞ്ഞ് ഇവള് തിരിച്ച് തന്റെ ഫ്ലാറ്റിലേക്ക് വരവേ സെക്യൂരിറ്റിക്കാരനോട് ചോദിക്കും, തനിക്ക് വന്ന പാഴ്സൽ എവിടെയെല്ലാം വെച്ച് കിട്ടിയോ എന്ന്. അയാൾ പറയും, അതെ, ലിഫ്റ്റ് വെച്ച് കിട്ടിയിരുന്നു, രാത്രി 2 മണിയായപ്പോൾ നിങ്ങളുടെ ഭർത്താവ് ഇതിലെ പാസ് ചെയ്ത് പോയി, ഒരു വലിയ സൂട്ട് കേസുമായിട്ട്. അങ്ങേരുടെ കയ്യിൽ നിങ്ങൾക്ക് വന്ന പാഴ്സൽ ഞാൻ കൊടുത്തു എന്നാ സെക്യൂരിറ്റി പറയും. ഇവൾ ഓടിച്ചെന്ന് സ്റ്റോർ റൂം മുഴുവൻ പരിശോധിക്കുകയാണ്, തനിക്ക് വന്ന പാഴ്സൽ എവിടെയാണെന്ന്. അത് കാണുന്നില്ല. പക്ഷെ അതിന് പകരമായിട്ട് താൻ ഇന്നലെ രാത്രി കണ്ടില്ലേ ഒരു ചെയിന്, കൊലപാതകിയുടെ കയ്യിൽ നിന്ന് വീണ ചെയിന്, അത് ഭർത്താവിന്റെ പോക്കറ്റിലുണ്ടാവും. ഈ സമയത്ത് ഭർത്താവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നാടുവിടാനുള്ള അടുത്ത ടിക്കറ്റിന് ബുക്ക് ചെയ്യാണ്. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിയെ ഭാര്യ എങ്ങോട്ടോ ഇറങ്ങിപ്പോകുന്നതായിട്ട് ഇവന് ഫോണിൽ കാണാം. ഭാര്യയുടെ ഫോണിൽ ഒരു GPS ഇയാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്കാണ് അവൾ പോയിരിക്കുന്നത്. ഈ സമയത്ത് ഹീറോയിൻ സ്റ്റേഷനിൽ വന്ന് ഫ്ലാറ്റ് 706 നിന്നും ഒരാള് വലിയൊരു സൂട്ട് കേസുമായിട്ട് ഇറങ്ങിപ്പോയി. അതിനകത്ത് 706 താമസിച്ച ആളുടെ ബോഡിയാണോ എന്നെനിക്ക് സംശയമുണ്ട്. ആ വന്ന കൊലപാതകി 706 ആളെ കൊന്നിട്ടുണ്ടാകണം, ഞാൻ ശബ്ദം കേട്ടിരുന്നു. അപ്പൊ പോലീസുകാർ ചോദിക്കും, നിങ്ങൾ ആ കൊലപാതകിയുടെ മുഖം കണ്ടിരുന്നോ എന്ന്. അപ്പൊ ഇവൾക്ക് എന്താ പറയണ്ടേന്നറിയില്ല. തന്റെ ഭർത്താവാണ് എന്നിവൾ പറയുന്നില്ല. പകരം അവിടുന്ന് കിട്ടിയ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ചെയിൻ എടുത്ത് ഇവർക്ക് കൊടുക്കാൻ നിൽക്കവെയാണ് ഹസ്ബൻഡ് അങ്ങോട്ട് ഓടി വരുന്നത്. സുജിൻ, നീ ഇവിടെ എന്തെടുക്കാണ്, എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് അയാൾ ചോദിക്കുമ്പോഴേക്കും പോലീസുകാരവനെ തടഞ്ഞു നിർത്തും. ഹീറോയിൻ പറയും, ഇയാളാണ് ആ 706 മനുഷ്യനെ കൊലപാതകം ചെയ്ത്, ഞാനത് കണ്ടതാണ്. ആരും മറക്കരുത്, ഡൗൺലോഡ് മൈ 11 സർക്കിൾ ആപ്പ് ഫ്രം ദ ഡിസ്ക്രിപ്ഷൻ. ഒരു iPhone 15 ജയിക്കൂ വെറും ₹1. ഡൗൺലോഡ് ഫ്രം ദ ഗിവൺ ലിങ്ക്. 1 കോടി ജയിക്കൂ. കൂടാതെ SUV കാറുകളും ഈവൻ ബിഗ്ഗർ പ്രൈസസും 20% എക്സ്ട്രാ ക്യാഷ് ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ നേടും. ഈ ഗെയിം ഹാബിറ്റ് ഫോമിങ്ങോ ഫിനാൻഷ്യലി റിസ്കിയോ ആണ്, അതുകൊണ്ട് റെസ്പോൺസിബിൾ ആയിട്ട് കളിക്കൂ.